ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, ഈ ഈശോയുടെ നാമത്തിൽ നല്ല ഒരു ദിവസം നിനക്ക് നേരുകയാണ്. അനേകായിരങ്ങൾക്ക് സൗഖ്യം കൊടുത്ത കർത്താവാണ് നമ്മുടെ മുമ്പിൽ. അനേകായിരങ്ങളുടെ മേൽ ഇവൻ കാരുണ്യം ചൊരിഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രിയ സഹോദര സഹോദരി, നിൻ്റെ മുമ്പിൽ ഒരു സങ്കടമുണ്ടെങ്കിൽ, ഒരു രോഗാവസ്ഥകളുണ്ടെങ്കിൽ, ഒരു അസ്വസ്ഥതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈശോ അത് ഏറ്റെടുക്കും. വചനം ഇപ്രകാരം പറയുന്നു. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 3-ാം അധ്യായം 10-ാം വാക്യം. എന്തെന്നാൽ അവൻ പലർക്കും രോഗശാന്തി നൽകിയത് മൂലം രോഗമുണ്ടായിരുന്നവരെല്ലാം അവനെ സ്പർശിക്കുവാൻ തിക്കിത്തിരക്കിക്കൊണ്ടിരുന്നു. ഈശോ അത്രമാത്രം ആളുകൾക്ക് രോഗശാന്തി കൊടുത്തതുകൊണ്ട് ആൾക്കാർ ഇടിച്ചു കയറിയാണ്. ആ കർത്താവ് നിന്നോട് കാരുണ്യം കാണിക്കില്ലേ? നീ നിൻ്റെ സങ്കടം ഇറക്കി വയ്ക്കുമ്പോൾ, നിൻ്റെ രോഗം ഇറക്കി വയ്ക്കുമ്പോൾ, ജീവിതത്തിലെ വലിയ വലിയ അസ്വസ്ഥതകളൊക്കെ ഇറക്കി വയ്ക്കുമ്പോൾ ആ ഈശോ കാരുണ്യം കാണിക്കില്ല എന്നാണോ ചിന്തിക്കുക? നീയും ഈ ഈശോയ്ക്ക് പ്രിയപ്പെട്ട വ്യക്തിയാണ്. അത് നീ എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കണം. നിൻ്റെ ജീവിതത്തിൽ കർത്താവ് ഇടപെട്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്ന് കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോ, ഈ ദിവസത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. ഈശോയെ, ജീവിതത്തിൽ എന്തൊക്കെ കുറവുണ്ട്, എന്ത് സങ്കടം ഉണ്ടെങ്കിലും നീ അതിന് ഉത്തരം തരുമെന്നുള്ള ബോധ്യത്തിൽ നിന്നിലേക്ക് ശ്രദ്ധ തിരിക്കുവാനായിട്ട്, നിന്നിൽ ആശ്രയിക്കുവാനായിട്ട് ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമേ. നിൻ്റെ നാമത്തിൽ ഈ ദിവസം അനുഗ്രഹിക്കപ്പെടട്ടെ. സർവ്വ നന്മകൾ കൊണ്ട് നിറയപ്പെടട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ. നീന്റെ സർവ്വം, നീ എനിക്കുള്ളവൻ, നീ എൻ്റെ സർവ്വം, എല്ലാറ്റിനും നിൻ ജീവനിൻ പേർക്കാ തന്നതിനാ. നീ എൻ്റെ സർവ്വം, എല്ലാ